സിംബാബ്വേക്കെതിരായ രണ്ടാം ട്വൻ്റി-20യിൽ ബാറ്റിംഗിൽ വൻ ഫ്ലോപ്പായി മാറിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് രൂക്ഷ വിമർശനം. 4 ബോളുകൾ നേരിട്ട അദ്ദേഹത്തിന് 2 റൺസ് മാത്രമാണ് നേടാനായത്. പേസർ മുസർബാനി എറിഞ്ഞ രണ്ടാം ഓവറിലെ രണ്ടാമത്തെ ബോളിൽ തന്നെ ഗിൽ വീഴുകയായിരുന്നു. ആദ്യ ബോൾ മുതൽ തന്നെ ബാറ്റിംഗിൽ താരം ഒട്ടും താളത്തിലല്ല കാണപ്പെട്ടത്. ടൈമിംഗ് ഇല്ലാതെ ഗിൽ ശരിക്കും വിഷമിച്ചു. ഒടുവിൽ രണ്ടാമത്തെ ഓവറിലെ രണ്ടാമത്തെ ബോളിൽ തന്നെ ഗിൽ വീഴുകയും ചെയ്തു. മിഡിൽ ലെഗ് ഏരിയയിൽ ഫുൾ ലെങ്ത് ബോളാണ് പേസർ പരീക്ഷിച്ചത്. ഗിൽ അത് മിഡ് ഓൺ ഏരിയയിലൂടെ ബൗണ്ടറി കടത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അത് കണക്ട് ചെയ്യാൻ ഗില്ലിനായില്ല. മിഡോണിൽ നേരെ ബ്രയാൻ ബെന്നറ്റിൻ്റെ കൈകളിലേക്കാണ് ബോൾ വന്നത്. അദ്ദേഹം അത് അനായാസം പിടിക്കുകയും ചെയ്തു. വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരിൽ നിന്നും ഗിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2020 ഫോർമാറ്റിൽ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തരുതെന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. ശുഭ്മാൻ ഗിൽ മികച്ച ഒരു 2020 ബാറ്റർ അല്ല. അദ്ദേഹത്തിന് ഈ ഫോർമാറ്റിൽ തിളങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ മറ്റു ഫോർമാറ്റുകളിൽ ശ്രദ്ധ നൽകണം. 2020യിൽ അദ്ദേഹത്തെ നിർബന്ധിച്ച് കളിപ്പിക്കുകയാണെങ്കിൽ ഏകദിനം, ടെസ്റ്റ് എന്നിവയിലെ ഫോം കൂടി നഷ്ടമായേക്കുമെന്നും ആരാധകർ പറയുന്നുണ്ട്. ശുഭ്മാൻ ഗില്ലിനെ എന്തിനാണ് ഇന്ത്യൻ 2020 ടീമിൻ്റെ ക്യാപ്റ്റനാക്കിയതെന്ന് മനസ്സിലാവുന്നു. ഋതുരാജ് ഗെയ്ക്വാദായിരുന്നു ഈ പരമ്പരയിൽ നായകസ്ഥാനത്തേക്ക് മികച്ച ഓപ്ഷനെന്നും അഭിപ്രായങ്ങളുണ്ട്. മറ്റൊന്ന്, 2020 ലോകകപ്പ് കിരീട നേട്ടത്തിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തലമുറ മാറ്റത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പ് നേടിയതിന് പിന്നാലെ രോഹിത് ശർമ്മ 2020യിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. 2020യിൽ ഇന്ത്യയുടെ പുതിയ നായകനായി ഹാർദിക് പാണ്ഡ്യ എത്താനാണ് കൂടുതൽ സാധ്യത. അടുത്ത വർഷം ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ ഭാവി മുന്നിൽ കണ്ട് രോഹിത്തിനെ മാറ്റി പുതിയ നായകന് അവസരം കൊടുക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരവേ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് BCCI സെക്രട്ടറിയായ ജയ്ഷ. വരുന്ന ചാമ്പ്യൻസ് ട്രോഫി വരെ ഏകദിന നായകസ്ഥാനത്ത് രോഹിത് തുടരുമെന്നാണ് ജയ്ഷ വ്യക്തമാക്കിയത്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടുമെന്ന് ഉറപ്പുണ്ട് എന്നാണ് ജയ്ഷ ANIയോട് സംസാരിക്കവേ പറഞ്ഞത്. നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് വലിയ പിന്തുണ ജയ്ഷ നൽകുന്നുണ്ട്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ 2020 ലോകകപ്പ് കിരീടം അലമാരയിലെത്തിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു. 2013 ശേഷം ഇന്ത്യ നേടുന്ന ആദ്യത്തെ ICC ട്രോഫി കൂടിയായിരുന്നു അത്.